മൂസൂട്ടിക്കാ അപ്പൊ നമ്മളെ മൂസൂട്ടിക്ക് നമ്മളെ ഫ്രണ്ട് ഷാനിഫിന്റെ വീട്ടിലാണ്. ഞങ്ങൾ ചെറിയൊരു പണിയിലാണ് ഇവിടെ. ഞങ്ങൾ ചെറിയൊരു ടാർപ്പായി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂസൂട്ടിക്ക എല്ലാ പണിക്കും പോവല്ലേ? അതൊന്ന് പാടിയേക്കാ. പാടിക്കോ പാടിക്കോ എന്നാ ഒന്ന് പാടിയാ ഒന്ന് കേക്കട്ടെ. മറക്കുവാൻ കഴിയില്ല മരിക്കുവോളം അമ്മിഞ്ഞ പാലിന്ന മധുരം താരാട്ട് പാട്ടോളം കുളിരുള്ള ശീലി കേട്ടില്ല ഇന്നോളം ഈ ദുനിയാവിൽ കേട്ടില്ല എന്നോളം ഈ ദുനിയാവിൽ മറക്കുവാൻ കഴിയില്ല മരിക്കുവോളം അമ്മിഞ്ഞ പാലിന്ന മധുരം പിന്നിട്ട കാലം ഇനി വരുമോ എന്തും മാനേ ഇനി കണ്ടിടുമോ സ്നേഹനിധി എൻ്റെ പൊന്നുമ്മ പണ്ടെന്ന് പാടിയ താരാട്ട് കേട്ടിടുമോ പാടിയ താരാട്ട് കേട്ടിടുമോ മറക്കുവാൻ കഴിയില്ല മരിക്കുവോളം അമ്മിഞ്ഞ പാലിന്ന മധുരം റബ്ബേ നിൻ വിളി കേട്ടു മടങ്ങിയുമ്മ കബറിൻ്റെ ഉള്ളിൽ മയങ്ങിയുമ്മ ദാദാനെ സ്വർഗീയ സുഖങ്ങളൊരുക്കി ഉമ്മാക്ക് ജന്നാത്തിലിടം നൽകണേ ഉമ്മാക്ക് ജന്നാത്തിലിടം നൽകണേ മറക്കുവാൻ അടിപൊളി ഇടയ്ക്ക് ചിരിക്കണ്ട. ചെക്ക് അവിടെ പണി എടുത്തോണ്ടിരിക്കുമ്പോഴാണ് പാട്ട് പാടുന്നത്. ആദിക്കുന്നത് ഫസ്റ്റ് ആദ്യം മുതൽ ആ ആകട്ടെ ഇടക്കിടും അല്ല പാട് പാടാം ഞാൻ ഗായകനല്ല. ആരെ പറഞ്ഞു നല്ല ഗായകനാണല്ലോ? പാട് വായിക്കോട്. പാടാം ഞാൻ ഗായകനല്ല, പറയാം ഞാൻ കാതികനല്ല, എന്നാലും മനസ്സിൽ നൊമ്പരം പാടുകയാണ്. മണ്ണിൽ എത്തിയുമായി തീർന്നവനിന്ന് കേഴുകയാണ്. ഉമ്മയും ഉപ്പയുമില്ല, ഉറ്റവരും കുടയവരില്ല, ദുരിതത്തിൻ്റെ കടലിൽ നീന്തുകയാണ്. ഞാൻ ദുനിയാവിൽ ഒറ്റപ്പെട്ട് പോയവനാണ്. ആരാ പറഞ്ഞു? പാടാൻ ഞാൻ ഗായകനല്ല, നല്ല ഗായകനാണ്. ഞാൻ കാതികനല്ല. നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഇനി ലോകം ഏറ്റെടുക്കാൻ പോവാണ് അല്ലേ? ആരോട് കൈകളിരയ്ക്കും തെരുവിൻ വിളക്കിൻ ചോട്ടിലാണെന്റെ അന്തിയുറക്കം. ഒരു നേരത്തന്നത്തിൻ്റായി ആരോട് കൈകളിരക്കും തെരുവിൻ വിളക്കിൻ ചോട്ടിലാണെന്റെ അന്തിയുറക്കം. താരാട്ടിൻ നീളവുമില്ല, പാലൂട്ടാനുമ്മയുമില്ല, കണ്ടീരവരറിയുന്നില്ല, കണിവുള്ളോർ കനിയൊന്നില്ല. ഒരു കൈ സഹായം നൽകാനാരുണ്ട്? ഒളിവിളിയും അറിയാനിവിടെ ആരുണ്ട്? പാടാൻ ഞാൻ ഗായകനല്ല, പറയാൻ ഞാൻ കാതികനല്ല. അടിപൊളി അടിപൊളി. അല്ലാന്റെ മുത്ത് റസൂലും യത്തീമായവരാണ്. ആമിന തന്നുടെ മുത്തിനെ ഞാൻ ഇന്നോർക്കുകയാണ്. അടിമാബിലാലിൻ കണ്ണിൽ പുലിവായി നിറഞ്ഞവരല്ലേ, അസരണക്കായി എന്നും മണ്ണിൽ കാരുണ്യം തീർത്തവരല്ലേ. ഒരു കൈ സഹായം നൽകാനാരുണ്ട്? പിന്നിൽ ഉൾവിളിയും അറിയാനിവിടെ ആരുണ്ട്? പാടാം ഞാൻ ഗായകനല്ല,
പറയാം ഞാൻ കാതികനല്ല. നിങ്ങളാണ് ഗായകൻ, ഞങ്ങളല്ല. കൈയടിക്ക്. ഹലോ നമസ്കാരം, ഷിയാബാണ്, ഷിയാബ് ആലപ്പട്ടിയാണ്. ഞാൻ സുഹൃത്ത് ഷാനിഫ്, പ്രിയ ഗായകൻ ഷാനിഫ് എഡിറ്ററാണ്, ഗായകനാണ്. അവന്റെ വീട്ടില് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു പണിയുണ്ട്, ഒരു ടാർപ്പായ ഒരു ഊട് ഇളകിയിട്ടുണ്ട്. പിന്നെ ടാർപ്പായ കെട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പ്രിയ ഇക്ക മൂസക്കുട്ടിക്ക്, അല്ലെ, മൂസക്കുട്ടിക്കാണ് ഞാൻ വിളിക്കുന്നത്. വാ മൂസക്കുട്ടിക്കണ്ട്, വാ. മൂസുകുട്ടിക്ക് ഇവിടെ ഈ പണിക്ക് വന്നു. മൂസുകുട്ടിക്ക് എല്ലാ പണിക്കും പോകും. അങ്ങനെ ആ പണി ഈ പണി ഒന്നുമില്ല. A to Z ആള് ഓൾറൗണ്ടറാണ് ആള്. നമ്മളിപ്പോ ക്രിക്കറ്റ് ടീമിൽ പറയല്ലോ, ബോളും ബാറ്റും ചെയ്യാ, എല്ലാ പണിയും ചെയ്യും. അപ്പോ ആള് ഇവിടെ ഇപ്പൊ ഈ ടാർപ്പായ കെട്ടാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഷാനിഫ് പറഞ്ഞത് ആള് നന്നായി പാടുന്നു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഞെട്ടിച്ചാളിഞ്ഞ്. ആദ്യം പാടിയത് ഉമ്മയെ കുറിച്ചുള്ള പാട്ടാണ്. അത് ശരിക്കും ഭയങ്കര ഫീലായി. ഉമ്മയെ കുറിച്ചുള്ള പാട്ട്, ഞാനും ഒരു ഉമ്മയെ കുറിച്ചുള്ള പാട്ട് പാടിയിട്ടുണ്ട്. എനിക്ക് പാടിയ പാട്ട് ഗംഭീരമായിട്ടുണ്ട്. അതിന് ശേഷം ആള് പാടിയ പാട്ട് ഞാൻ പാടാനൊരു ഗായകനല്ല, പറയാനൊരു ഗാതികനല്ല. ഇത് വരികളൊക്കെ ഭയങ്കര രസമാണ്. എന്തായാലും അടിപൊളി. കാരണം ഇങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞ്. ഞങ്ങൾ ഒട്ടും പ്രിപ്പയർ അല്ല, ഇങ്ങനെ തന്നെ ലൈവായിട്ട്. ഞങ്ങളൊക്കെ പാടുമ്പോ സാധാരണ ഒന്ന് ഡ്രസ്സൊക്കെ റെഡിയാക്കി, ഒന്ന് സൗണ്ടൊക്കെ അങ്ങനെ കൊച്ചൊക്കെ ഉണ്ടാക്കി ടെസ്റ്റ് ഒക്കെ ചെയ്തു. പക്ഷെ ആള് തന്നില്ല. ആള് ലൈവായി പണിയെടുത്തോണ്ടിരിക്കുമ്പോ കയറെടുത്ത് കെട്ടുന്നത് അതൊക്കെ ചെയ്യണപ്പോഴാണ് പാടുന്നത്. എന്തായാലും മൂസക്കുട്ടിക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ. അതുകൊണ്ടാണ് നമ്മളെ പെങ്ങളെ മോന്റെ വീട് ആയതുകൊണ്ടാണ്. നമ്മൾ പുറത്തൊക്കെ പഠിക്കാൻ നമ്മൾ പോകുമ്പോഴേ നല്ല ഈണത്തിൽ പാട്ട് നല്ല പാട്ട്. പെങ്ങളെ മോനോട് പാടിയത് അതിപ്പോ അല്ല, അതല്ല പറയണം. നമ്മളെ ചുറ്റുപാടത്തുള്ള ആൾക്കാരായാലും അങ്ങനെയല്ല പറയുമ്പോഴേ അവിടെ മൂസക്ക പാട്ട് പാടി, അപ്പുറത്തെ പാട്ട് മൂസക്കയുടെ പാട്ട് അതിന് വേറെ കാര്യമുണ്ട്. ഈ പാട്ടുണ്ടല്ലോ, പാട്ട് തെറ്റായ കാര്യമില്ലല്ലോ. ലോകത്തെ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ് പാട്ട്. കാരണം നമ്മളൊരു കുട്ടീനെ ഉറക്കുമ്പോ നമ്മൾ പ്രസംഗം വെച്ചു കൊടുത്തിട്ടോ അതല്ലെങ്കിൽ വേറെ വല്ല ഡീജ വെച്ചോ, അങ്ങനെ ഡീജും പാട്ടിന്റെ ഭാഗമാണ്. വല്ല വേറെ സംഭവങ്ങൾ, ഈ പ്രസംഗമോ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ടല്ലേ ഉറങ്ങുന്നത്. താരാട്ട് പാടിയിട്ടല്ലേ ഉറക്കുന്നത്. പാട്ട് ഭയങ്കര സംഭവമാണ്. എവിടെയും പാടണം. ഇനി ചിലപ്പോ പാടേണ്ടി വരും കൂടുതൽ. എന്തായാലും ആളുകളിലേക്ക് കൂടുതൽ എത്തട്ടെ. മൂസക്കുട്ടിക്ക് വൈറലാവട്ടെ.